ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി വിഷു. അപ്പൊ ഇന്ന് നമ്മൾ വിഷു ആണ്. അപ്പൊ രാവിലെ ഇന്നത്തെ എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ എടുക്കുന്നത്. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ആക്ച്വലി നമ്മൾ ട്രാവലിംഗ് വ്ലോഗാണ് കേട്ടോ. കാരണം നമ്മൾ ഇന്ന് നേരെ കൊല്ലത്തോട്ട് പോകണം. നമ്മൾ ആശമ്മയുടെ വീട്ടിൽ പോയി കുറെ അടിച്ചോളിക്കാൻ അപ്പൊ ഞങ്ങൾ ഇന്ന് ആശമ്മയുടെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഫസ്റ്റ് നമ്മളിപ്പോ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ പോയിട്ട് ലഞ്ച് അവിടെ തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആശമ്മയുടെ വീട്ടിൽ പോകും. അപ്പൊ ഗൈസ്, അപ്പൊ ഇനിയിപ്പോ നമ്മൾ 1 വീക്ക്, ഇനിയിപ്പോ 1 വീക്ക് അല്ല, ഒരു 4 ഡേയ്സ് ആശമ്മയുടെ വീട്ടിൽ കാണും കേട്ടോ. സ്റ്റേ ആണ്, വെക്കേഷൻ അല്ലേ. അപ്പൊ കുറെ നാളായി കേട്ടോ ആശമ്മയുടെ വീട്ടിൽ പോയിട്ട്. എനിക്ക് തോന്നുന്നു 2 years ആവില്ല നമ്മൾ ആശമ്മയുടെ വീട്ടിൽ പോയിട്ട് സ്റ്റേ ചെയ്തിട്ട്. ഓൾമോസ്റ്റ് 2 years ആവും കേട്ടോ. അപ്പം ഇങ്ങനെ കുറെ നാളായി, ഇപ്പൊ വെക്കേഷനും കൂടെ അല്ലേ. അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ ഒരു 3-4 ഡേയ്സ് അവിടെ കാണും. അപ്പൊ ഇനിയിപ്പോ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ വീടെത്തി കേട്ടോ. വീടെത്തിയപ്പോ അമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല സേമിയ പായസം വരുന്നു. അപ്പൊ ഇവാനക്ക് ഇതാ ഏട്ടൻ കോരി കൊടുക്കുവാണ് കേട്ടോ. ചൂട് കാരണം നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അവിടെയും വീട്ടിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ മുകളിൽ പണിക്കാരുണ്ടായിരുന്നു. നമ്മുടെ ഷീറ്റ് ഇടുവാണ് കേട്ടോ. മുകളിൽ ഏറ്റവും ടോപ്പ് ഫുള്ള് ഷീറ്റ് ഇടുവാണ് കേട്ടോ. അപ്പൊ അത് ഏട്ടനെ കാണിക്കാനായിട്ട് അച്ഛൻ എന്താ വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ പോയി കാണുകയാണ്. നമ്മുടെ വീട് വെച്ചിട്ട് 10-20 വർഷമായിട്ടോ. അപ്പം നമ്മുടെ ചെവരിലൊക്കെ ഇപ്പൊ വെള്ളം ഇറങ്ങുന്നുണ്ട് മഴ പെയ്യുമ്പോൾ. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങ് പെട്ടെന്ന് ഷീറ്റ് ഇട്ടതാണ്. ഞങ്ങളുടെ വീട്ടിൽ 2nd ഫ്ലോറിൽ PG കൊടുത്തിട്ടുണ്ട്. അപ്പം ലേഡീസിനാട്ടോ. അപ്പൊ 2 റൂമുണ്ട്. അപ്പൊ എന്റെ റൂം മുകളിലാണ് കേട്ടോ. ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ മുകളിലത്തെ റൂമൊക്കെ അച്ഛൻ PG ആക്കി കേട്ടോ. കാരണം ഞങ്ങളൊന്നും ചെന്ന് നിൽക്കാറില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെയൊക്കെ PG ആയിട്ട് കൊടുത്തുകൊണ്ട് റൂമൊന്നും കാണിക്കുകയില്ല കേട്ടോ. അപ്പൊ താഴത്തെ ഫ്ലോർ ആയിട്ടോ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ താഴോട്ട് വന്നപ്പോൾ അമ്മ ഫുഡൊക്കെ എടുത്ത് വെച്ചേക്കാണ്. മീൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീട്രൂട്ട് കിച്ചടി ഇവാനക്ക് ഇഷ്ടമാട്ടോ. അപ്പൊ അതുകൊണ്ട് അമ്മ ഇവാനക്ക് വേണ്ടി ഉണ്ടാക്കിയാണ്. പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു, കപ്പയുണ്ട്, മീൻ വറ്റിച്ചതുണ്ട്, പയർ തോരനുണ്ടായിരുന്നു. പിന്നെ അമ്മ കുറച്ച് മീൻ മുട്ട കിട്ടി കേട്ടോ. മത്തിയുടെ മുട്ടയാണ് മീൻ മുട്ട. അപ്പൊ അതമ്മ എനിക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. എനിക്കല്ല, ഇവാനക്ക് ഫ്രൈ ചെയ്ത് കൊടുത്താണ്. അവള് കഴിക്കത്തില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് തന്നെ തന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവാനക്ക് അമ്മ വാരി കൊടുത്തു കേട്ടോ. കാരണം ഇവാനക്ക് കഴിക്കാൻ കുറച്ച് പാടാണ്. പക്ഷെ ബീട്രൂട്ട് ഉള്ളതുകൊണ്ട് ബീട്രൂട്ട് കിച്ചടി ഭയങ്കര ഇഷ്ടമാണ്. എന്റെ യൂട്യൂബ് ചാനലിൽ ഇതാണ് ശാരദ. വെരി ഗുഡ്. നിങ്ങൾ ചെയ്തില്ലേ? എന്തുകൊണ്ട് നിന്റെ അമ്മ ചെയ്തത്? ചിനി ചേച്ചി ഇടയ്ക്ക് കഴിച്ചു കൊടുക്കാറുണ്ട്. ഇതാണ് പാട്ടുകാരി. നമ്മുടെ പാട്ടുകാരി ഓർമ്മയുണ്ടോ? ഒരു പാട്ട് പാടിക്കൊടുക്കൂ. നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോ നേരെ നമുക്ക് കൊല്ലത്തോട്ട് പോവാം. ഇവാനെക്കുട്ടി ഉറക്കമായി. ഉറങ്ങിയോ? ഇല്ല, ഇവാനെക്കുട്ടി ഉറങ്ങാനുള്ള ഡ്രൈവർ ആക്കി അറിയാം. അപ്പൊ ഗൈസ്, അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ കൊല്ലത്തെത്തിയിട്ട് കാണാം. ഇടയ്ക്ക് നമുക്ക് ചായ കുടിക്കാം. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചോട്ടോ. അപ്പൊ അമ്മ ചായ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഇറങ്ങിയിട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും. ഇപ്പൊ തന്നെ 4 മണി എന്തോ ആയിട്ടുണ്ട്. അപ്പൊ ലേറ്റ് ആവും. അതുകൊണ്ട് ഇനി നമ്മൾ ചായ കുടിക്കാനൊന്നും നിന്നില്ല. ഫുഡൊക്കെ കഴിച്ച് ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ. മീനും ചിക്കനും എല്ലാം ഉണ്ടായിരുന്നു. പായസം വെച്ചേട്ടോ. അപ്പം സേമിയ പായസം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുടിച്ച് ടയേർഡായി. അപ്പൊ ഇനിയിപ്പോ നമുക്ക് നേരെ കൊല്ലത്തോട്ട് പോകും. നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങി. നമ്മൾ ആശമ്മയുടെ ഫ്ലാറ്റ് എത്താറായി കേട്ടോ. അപ്പൊ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചത്. ഇവാനെക്കുട്ടി നല്ല ഉറക്കമാണ്. ഇത്രയും നേരം ഉറങ്ങി കേട്ടോ. ചായയും പരിപ്പ് വട. നമ്മൾ ഒരുപാട് ചായക്കട നോക്കി കേട്ടോ ചായ കുടിക്കാനായിട്ട്. ഈ റോഡ് പണി നടക്കുന്നുണ്ടല്ലോ, ഈ റോഡൊന്നും ഇപ്പൊ അറിയുന്നില്ല കേട്ടോ. അപ്പൊ കടകളൊന്നും കണ്ടില്ല. ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ എത്തി, കൊല്ലം എത്തി. പക്ഷെ കിട്ടിയത് നമ്മള് ഇവിടെ ഒരു ഫേമസ് ചായ മറ്റേ കേക്ക് കിട്ടുന്നൊരു കടയാണ് കേട്ടോ. പക്ഷെ അവിടെ കേക്ക് ഒക്കെ കഴിഞ്ഞു. അപ്പൊ ലാസ്റ്റ് ഇത് കുടിച്ചിട്ട് വരാം. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആശമയൊക്കെ തിരക്കാട്ടോ. കാരണം ഇന്ന് വിഷു പ്രോഗ്രാം ഉണ്ട്. അവരുടെ ഫ്ലാറ്റിൽ ഇന്ന് വിഷു സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ദക്ഷയൊക്കെ മേക്കപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ ചെന്നിട്ട് പിന്നെ ഞാനത് ഏറ്റെടുത്തു കേട്ടോ. പിന്നെ ഞാനായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇന്നത്തെ. അങ്ങനെ ദക്ഷയും വേറൊരു കുഞ്ഞുണ്ടായിരുന്നു, വേറൊരു മോൻ കൃഷ്ണനായിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാം ഒരുക്കി. പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളും റെഡി ആയിട്ട് പിന്നെ നേരെ നമ്മൾ മേഖലയിലോട്ട് പോയി ഡാൻസ് പ്രോഗ്രാം കാണാനായിട്ട്. അപ്പോൾ ദക്ഷക്കുട്ടിയെ രാധയായിട്ടാട്ടോ ഒരുക്കിയത്. ദക്ഷക്കുട്ടി എങ്ങനെയുണ്ട്? ഇന്ന് ഞാനാണ് കേട്ടോ ദക്ഷക്കുട്ടി ഒരുക്കിയത്. അടിപൊളിയല്ലേ? അപ്പോൾ അത് അവളത് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ ഡാൻസ് കണ്ടിട്ട് വരാം.
ചിലമ്പിട്ടോടി വാ കണി കാണാം. എത്രയോ വർഷത്തിന് ശേഷമാണ്, നാളുകൾക്ക് ശേഷമാണ് ശബരിയും പല്ലവിയും കൂടെ ഒരുമിച്ച് ഇവിടെ ഫംഗ്ഷൻ കാണാൻ വന്നതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്രാവശ്യമാണ് ഞങ്ങൾക്ക് എന്താ വിഷുവിൻ്റെ ഒരു വൈബ് ഇവർ വന്നപ്പോഴാണ് എനിക്കും അത് ഫീൽ ചെയ്ത് തുടങ്ങിയത്. 4 വർഷമായിട്ട് ഞാൻ ഈ ഫംഗ്ഷൻ ഒഴിവായി ഡാൻസിൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പല്ലവിയാണ് എല്ലാം റെഡിയാക്കി ഒരുക്കിയൊക്കെ കൊടുത്തത്. ഞാനൊന്നും അറിഞ്ഞില്ല. മേക്കപ്പ് മാൻ അല്ല പല്ലവി, മേക്കപ്പ് ആർട്ടിസ്റ്റ് പല്ലവിയായിരുന്നു ഇന്നത്തെ. മേക്കപ്പ് ആർട്ടിസ്റ്റ് പല്ലവിയായിരുന്നു. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആശമയുടെയും ദക്ഷയുടെ കഴിഞ്ഞു. പിന്നെ 2-3 ഡാൻസ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് പ്രോഗ്രാംസ് ഒന്നും ഇല്ല കേട്ടോ. ചെറിയ 2-3 പാട്ടും അങ്ങനെ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറേ കമ്പിത്തിരിയും നമ്മുടെ പൂക്കുറ്റിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കത്തിച്ചു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഇനി പ്രോഗ്രാം ഒന്നും ഇല്ല കേട്ടോ. ഒരുപാട് നാൾക്ക് ശേഷം കേട്ടോ ആശമയുടെ കൂടെ ഫ്ലാറ്റിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ മുമ്പൊക്കെ ഇങ്ങനെ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വരാറുണ്ടായിരുന്നു. ഇപ്പം ഒരു 2-3 വർഷമായിട്ടോ ഇവിടെ സെലിബ്രേറ്റ് ചെയ്തിട്ട്. ഇവിടെ എല്ലാ വർഷവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാ സെലിബ്രേഷനും എന്തെങ്കിലും ഇങ്ങനെ പ്രോഗ്രാം വെക്കാറുണ്ട് ആ ഫ്ലാറ്റിൻ്റെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി വിഷു.